നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. നിതിൻ രാജിന് നീതി തേടി ഹർത്താൽ തുടരുന്നു. ബലം പ്രയോഗിച്ച് ആരെയും തടയില്ലെന്ന ആക്ഷൻ കൗൺസിലിന്റെ പ്രഖ്യാപനം പാലിക്കപ്പെട്ടില്ല. വ്യാപകമായി വാഹനം തടഞ്ഞു, കടകൾ അടപ്പിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ദേശീയപാതയിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക്. സംസ്ഥാനത്ത് സൂര്യാതപമേറ്റു മരണം. ചികിത്സയിലായിരുന്ന വെൽഡിംഗ് തൊഴിലാളി മരിച്ചു. മരിച്ചത് ഇടവ വെൺകുളം സ്വദേശി ഷൈൻ. പാലക്കാട്ട് 12 വയസ്സുകാരന് സൂര്യാതപമേറ്റു. വെയിലത്തു കളിക്കാനിറങ്ങിയ കുട്ടി പൊള്ളലേറ്റ് ചികിത്സയിൽ. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. ഇന്നലത്തെ ഉപയോഗം 118.26 ലക്ഷം. KSEB ഉന്നതതല യോഗം ഇന്ന്. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതടക്കം പരിഗണനയിൽ. പോസ്റ്റൽ വോട്ട് പ്രതിസന്ധിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഹൈക്കോടതി. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ആര് നൽകുമെന്ന് ചോദ്യം. ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനാകാത്തത് ഗൗരവതരമെന്നും ഹൈക്കോടതി. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപ് വരെ പോസ്റ്റൽ ബാലറ്റ് നൽകാൻ അവസരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കോടതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ നാളെ. വിവിധ ഏജൻസികളുടെ ഫലങ്ങൾ വൈകിട്ട് 6:30 കോഴിക്കോട് ജില്ലയിലെ വിവിപാറ്റുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് UDF സ്ഥാനാർത്ഥികൾ. മെറ്റീരിയൽ റൂം തുറന്നെന്ന് പരാതി. ബംഗാളിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. SSLC ഫലപ്രഖ്യാപനം അടുത്ത മാസം 15-ന്. ഹയർ സെക്കൻഡറി ഫലം മെയ് 22-നും. പഠന പിന്തുണാ ക്ലാസുകൾ നടത്താൻ കഴിയാത്ത ഇടങ്ങളിൽ മാനദണ്ഡപ്രകാരം മാർക്ക് നൽകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഷിയാസ് കരീമുമായുള്ള ഓഡിയോ സംഭാഷണം പുറത്തുവിട്ട് പരാതിക്കാരിയായ വനിത. പണം ആവശ്യപ്പെടുന്നത് ഓഡിയോയിൽ. ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യില്. കേസെടുത്ത് പാലാരിവട്ടം പോലീസ്. 65 ലക്ഷം തട്ടിയെടുത്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതി നൽകിയത് ബിസിനസ് പങ്കാളി. നെടുങ്കണ്ടം കൊലക്കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ പിടിയിൽ. സജിയെ പിടികൂടിയത് വീടിന് സമീപത്ത് നിന്ന്. കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. അമേരിക്കയെ വെല്ലുവിളിച്ച ഇറാൻ. യുദ്ധത്തിൽ 1 ലക്ഷ്യം പോലും അമേരിക്ക നേടിയില്ലെന്ന് വിദേശകാര്യമന്ത്രി. US ചർച്ചയ്ക്കായി കെഞ്ചുന്നുവെന്ന് അബ്ബാസ് അറഗ്ചി. അപേക്ഷ പരിഗണിക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി. ട്രംപിന്റെ ചടങ്ങിൽ വെടിയുതിർത്ത യുവാവിനെതിരെ പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കുറ്റം ചുമത്തി. പ്രതി കോൾ തോമസ് അലന് ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടും. വെടിവെപ്പിൽ പരിഭ്രാന്തനായില്ലെന്ന് ട്രംപ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. സമരാനുകൂലികൾ സംസ്ഥാന വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. പലയിടത്തും സംഘർഷ സമാന സാഹചര്യവുമുണ്ടായി.
VIT എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ വലഞ്ഞു. കോട്ടയം തിരുനക്കരയിൽ ആംബുലൻസ് അടക്കമുള്ളവ കുടുങ്ങി. പത്തനംതിട്ടയിലും വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. അടൂരിൽ യാത്രക്കാരെ സമരാനുകൂലികൾ തടഞ്ഞത് പ്രതിഷേധത്തിന് ഇടയാക്കി. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്ന ഒരു ഉറപ്പ് എന്താ? എനിക്ക് ഉറപ്പ് ഓരോർപ്പുമില്ല. എവിടെയായാലും ഞാൻ തുറന്നു പറയുന്നത് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം. അവര് ചെയ്യട്ടെ. നാളെ ഒരു കാലത്ത് നമുക്ക് അവർക്ക് ഇതുപോലെ സാഹചര്യം. തിരുവനന്തപുരത്ത് ഹർത്താൽ ശക്തമായി. തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുന്നിലടക്കം KSRTC ബസ്സുകൾ തടഞ്ഞു. MG റോഡിലെ മുഴുവൻ കടകളും സമരക്കാർ അടപ്പിച്ചു. കടകൾ അടയ്ക്കാൻ തയ്യാറാകാത്തത് സംഘർഷത്തിനിടയാക്കി. കഴക്കൂട്ടം മുതൽ കണിയാപുരം വരെ മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കുണ്ടായി. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടും റാം ഉൾപ്പെടെയുള്ള അധ്യാപകരെ അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ടും 52ഓളം സംഘടനകൾ നടത്തിയ ഹർത്താൽ തിരുവനന്തപുരത്ത് അതിശക്തമായി മാറുകയായിരുന്നു. രാവിലെ മുതൽ സമരാനുകൂലികൾ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഗതാഗത സംവിധാനങ്ങൾ തടഞ്ഞു. തമ്പാനൂർ ഉൾപ്പെടെ ആശുപത്രിയിൽ പോകാനെത്തിയ ആളുകളെ പോലും സമരക്കാർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. സാധാരണ രാഷ്ട്രീയ പ്രമുഖ CPM കോൺഗ്രസോ ഇല്ല BJP നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി നടത്തുമ്പോൾ ബസ്സുകൾ ഇറക്കാറില്ല. പരമാവധി അവർ ഒഴിച്ചു നിർത്തും. പക്ഷേ ഇത് പട്ടികജാതിക്കാരുടെ ഹർത്താൽ ആയതുകൊണ്ട് അവർ ഈ ബസ് ഓടിച്ചുകൊണ്ട് നമ്മളെ ഹർത്താലിനെ അല്ലെങ്കിൽ നമ്മളെ ഈ സമരത്തെ വില കുറച്ച് കാണാനുള്ള ഒരു ശ്രമമാണ് ഈ ഭരണകൂടത്തിൽ നടത്തുന്നത്. 10 മണിയോടുകൂടിയാണ് സമരക്കാർ പ്രകടനമായി തമ്പാനൂർ ബസ് സ്റ്റാൻഡ് മുന്നിൽ നിന്ന് ഈസ്റ്റ് ഫോർട്ട് വഴി സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് മാർച്ച് ചെയ്തത്. ആ മാർച്ചിനിടയിലും വലിയ സംഘർഷമുണ്ടായി. MG റോഡിലെ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളെല്ലാം അടപ്പിച്ചാണ്, തകരപ്പറമ്പിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിലെ എല്ലാ സ്ഥാപനങ്ങളും അടപ്പിച്ചാണ് സമരക്കാർ മുന്നോട്ട് പോയത്. കടകൾ അടയ്ക്കാൻ തയ്യാറാകാത്തത് പലയിടങ്ങളിലും വാക്കുതർക്കത്തിനും സംഘർഷത്തിനും ഇടയാക്കി. ഒരു ഹോട്ടലിലും വാച്ചുകടയിലും അടക്കം ഈ സമര അനുകൂലികൾ കട അടപ്പിക്കാനുള്ള ശ്രമം ഏറെ നേരത്തെ തർക്കത്തിനും ചിലയിടങ്ങളിൽ കയ്യേറ്റത്തിനും വരെ വഴിവെച്ചു. നിതിൻ രാജിനെ കൊന്ന കൊലയാളികളുടെ ഉണ്ട്. ഇതൊക്കെ അടക്കണം. അങ്ങനെ അറസ്റ്റ് പിണറായി സർക്കാർ MG റോഡിലെ ഏതാണ്ട് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള തുറന്നു പ്രവർത്തിച്ചവ അടപ്പിക്കാനും സമരക്കാർ ശ്രമിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റോറും അതുപോലെ തന്നെ വിദേശ മദ്യവിൽപ്പനശാലയും സമരക്കാർ നിർബന്ധപൂർവ്വം അടപ്പിച്ചു. അതിനുശേഷമാണ് പ്രതിഷേധ പ്രകടനം സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തിയത്. സമരസമിതി നേതാക്കൾ തുടർന്ന് നടന്ന ധർണയെ അഭിസംബോധന ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുസമൂഹം ഈ സമരത്തിന് അനുകൂലമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഹർത്താൽ അറിയിപ്പ് നൽകിയിട്ടും എന്തുകൊണ്ട് സഹകരിക്കാത്ത വ്യാപാരി വ്യവസായ സഹകരിച്ചില്ല ചോദ്യമാണ് പ്രധാനമായും സമരക്കാർ ഉന്നയിച്ചത്. സഹകരിക്കാത്തവർക്കെതിരെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിന് വലിയ സഹകരണവും പിന്തുണ നൽകുന്നവർ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിതിൻ രാജിനെ പോലെ ഒരു വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടിട്ടും ആത്മഹത്യയാണെങ്കിൽ പോലും അത് ഒരു കൊലപാതക തുല്യമായ മരണമാണ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ട് പോലും അതിനോട് സഹകരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്ന ചോദ്യമാണ് ഉയർത്തിയത്. രാവിലെയൊക്കെ KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളുമൊക്കെ തടഞ്ഞെങ്കിലും പിന്നീട് അവയുടെ ഗതാഗതം സുഗമമായി നടന്നു. കാര്യമായ സംഘർഷം രാവിലെ 10 മണിക്ക് ശേഷം ബസ് ഗതാഗത സംവിധാനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായില്ല. ബസ്സുകൾ തടഞ്ഞു നിർത്തി സമരാനുകൂലികൾ തങ്ങളുടെ നിലപാടറിയിച്ചതിനപ്പുറത്തേക്ക് ബസ്സുകൾ തടയാൻ പിന്നീട് തിരുവനന്തപുരം നഗരത്തിൽ ശ്രമിച്ചില്ല. ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള ഗ്രാമീണ മേഖലകളിലും നഗരപ്രാന്തങ്ങളിലും അതിശക്തമായിരുന്നു സമരം. എല്ലായിടത്തും വാഹനങ്ങൾ രാവിലെ തടഞ്ഞു. അതിനുശേഷം വാണിജ്യ സ്ഥാപനങ്ങൾ, കടകളൊക്കെ അടപ്പിച്ചാണ് സമരം മുന്നോട്ട് പോയത്. റാമിന്റെ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് വൈകിയാൽ ഇനിയും ശക്തമായ സമരത്തിന് തയ്യാറാകുന്ന മുന്നറിയിപ്പോടുകൂടിയാണ് ഹർത്താൽ പുരോഗമിച്ചത്. കോഴിക്കോട് പലയിടത്തും ഒറ്റപ്പെട്ട ആക്രമണമുണ്ടായി. ബാലുശ്ശേരി, പേരാമ്പ്ര, ഉള്ളിയേരി എന്നിവിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. ഊരാച്ചുണ്ടിൽ പ്രതിഷേധക്കാർ ഫെഡറൽ ബാങ്ക് അടപ്പിച്ചു. ഉള്ളേരിയിൽ വാഹനം തടഞ്ഞ ദളിത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് MC അനീഷിനെ യാത്രക്കാരൻ മർദ്ദിച്ചതായി പരാതി ഉയർന്നു. കോഴിക്കോട് ജില്ലയിലെ ജനജീവിതത്തെ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. KSRTC ബസ്സുകളും
സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ഒപ്പം സ്വകാര്യ വാഹനങ്ങളിലും ജില്ലയിൽ എല്ലായിടത്തും നിരത്തിലിറങ്ങിയിട്ടുണ്ട്. കടകമ്പോളങ്ങൾ പലയിടങ്ങളിലും തുറന്നു തന്നെ കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നഗരത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടില്ല. നേരത്തെ മാനാഞ്ചിറ ഭാഗത്ത് ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തുകയും വാഹനങ്ങൾ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് പ്രതിഷേധക്കാരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഒപ്പം നഗരത്തിൻ്റെ പുറത്തുള്ള ഗ്രാമീണ മേഖലകളിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ബാലുശ്ശേരി, പേരാമ്പ്ര, ഉള്ളിയേരി തുടങ്ങിയ ഇടങ്ങളിലാണ് ഹർത്താൽ അനുകൂലികൾ കാര്യമായി വാഹനങ്ങൾ തടയുന്നതിനും കടകമ്പോളങ്ങൾ അടയ്ക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തിയത്. കൂരാച്ചുണ്ടിൽ പ്രതിഷേധക്കാർ ഫെഡറൽ ബാങ്ക് ബലം പ്രയോഗിച്ച് അടപ്പിച്ചു. ഒപ്പം ഉള്ളിയേരിയിൽ വാഹനങ്ങൾ തടഞ്ഞ ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് MC അനീഷിനെ യാത്രക്കാരിലൊരാൾ മർദ്ദിച്ചുവെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. വാഹനത്തിൽ എത്തിയ ആളുകളോട് സമരത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിനിടെ ഒരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് MC അനീഷ് പറയുന്നത്. ഞങ്ങൾ സമാധാനപരമായിട്ട് ഹർത്താൽ നടത്തുകയായിരുന്നു. അപ്പം കുറ്റ്യാടിയിൽ നിന്ന് വന്ന ഒരു ബസ്സിലെ ആൾ ഉള്ളിൽ ഇറങ്ങുകയും സമരത്തിനെതിരായി സംസാരിക്കുകയും എന്നെ പിടിച്ച് ഉന്തി എൻ്റെ ഷർട്ടൊക്കെ വരച്ച് ചീന്തി എന്നെ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. എന്നിട്ട് ആ ബസ്സിൽ തന്നെ കയറിയിട്ട് അവൻ കോഴിക്കോടേക്ക് പോയി. ആരാന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ സമാധാനമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞത് ഇന്ന് സമരത്തെ അനുകൂലിക്കണം, സഹായിക്കണം, സഹകരിക്കണം എന്നാണ് പറഞ്ഞത്. അതിനെതിരെയാണ് അവരിങ്ങനെ ചെയ്തത്. ബസ്സിലുള്ള ആളുകളല്ല ചെയ്തത്, ബസ്സിലുള്ള പുറത്തുള്ള ആളുകളാണ് സാധാരണ ചെയ്തത്. പേരാമ്പ്ര ടൗണിലും പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു. വാഹന ഗതാഗതം നിർത്തിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടുകൂടി ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഉള്ളേരി അടക്കമുള്ള ഇടങ്ങളിലും അല്പനേരത്തേക്ക് ഗതാഗതം സ്തംഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങി. എന്തായാലും ആദ്യ മണിക്കൂറുകളിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയാൽ ഇപ്പോൾ ജില്ലയിൽ ജനജീവിതം പൂർണ്ണമായി തന്നെ മുന്നേറുന്നു. എന്നാൽ നഗരത്തിലേക്ക് ആളുകളും മറ്റുമൊക്കെ എത്തുന്നതിൽ സമയത്തുണ്ടായ ചില വഴിതടച്ചിലുകളും ഈ വാഹന ഗതാഗത തടസ്സപ്പെടുത്തലും അടക്കമുള്ളവ ബാധിച്ചുവെന്നും പറയാൻ കഴിയുന്നു. എന്തായാലും ഇപ്പോൾ ജനജീവിതം പൂർണ്ണ തോതിൽ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇടുക്കിയിലും ഹർത്താൽ അനുകൂലികൾ വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. കട്ടപ്പന, ചെറുതോണി ടൗണുകളിൽ കടകൾ അടഞ്ഞുകിടന്നു. കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിലും പയ്യന്നൂർ പെരുമ്പയിലും പ്രവർത്തകർ വാഹനം തടഞ്ഞു. കാസർഗോഡ് മലയോര മേഖലകളിലും മിക്കയിടങ്ങളിലും പ്രതിഷേധക്കാർ വാഹനം തടഞ്ഞു. പാണത്തൂരിൽ കടകൾ തുറന്നില്ല. ചെറുവത്തൂരിൽ സമരക്കാരും പോലീസും ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പലയിടത്തും വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ടായി. പ്രധാനമായും കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ രാവിലെ 15ഓളം പ്രവർത്തകരെത്തി വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ടായി. അരമണിക്കൂറോളം വാഹനം തടഞ്ഞു. പിന്നീട് പോലീസ് എത്തി അറസ്റ്റ് ചെയ്താണ് ഇവരെ നീക്കിയത്. എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാകുന്നു. കാസർഗോഡ് ജില്ലയിൽ പാണത്തൂരിൽ ഹർത്താലിന് സമാനമായ ഹർത്താൽ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നു. അതോടൊപ്പം ഇവിടെ നിരവധി ഇടങ്ങളിൽ വാഹനം തടയുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഹർത്താൽ വലിയ തോതിൽ ബാധിച്ചത്. പരപ്പ, ചുള്ളിക്കര, അതുപോലെ തന്നെ കള്ളാർ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം സമരാനുകൂലികൾ വാഹനം തടയുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ചെറുവത്തൂരിൽ വാഹനം തടയാനെത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇപ്പോൾ 18 ദിവസമായിരിക്കുന്നു നിതിൻ രാജ് മരണപ്പെട്ടിട്ട്. ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടിയിട്ടില്ലെന്നാണ് സമരക്കാർ പറയുന്നത്. ആക്ഷൻ കൗൺസിലും 52ഓളം വിവിധ ദളിത് സംഘടനകളുമാണ് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ഏതായാലും സമാധാനപരമായിരിക്കും ഹർത്താൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കില്ല, അതുപോലെ തന്നെ വാഹനങ്ങൾ തടയില്ല എന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചതെങ്കിൽ രാവിലെ കണ്ടത് പലയിടങ്ങളിലും വാഹനം തടയുന്നതും അതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങൾ അടക്കാൻ ആവശ്യപ്പെടുന്നതായിരുന്നു. ഏതായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. 18 ദിവസമായിരിക്കുന്നു. റാം എന്ന് പറയുന്ന അധ്യാപകനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിൽ റാമിൻ്റെ ജാമ്യ ഹർജി നേരത്തെ തലശ്ശേരി സെഷൻസ് കോടതി തള്ളുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും പ്രതിഷേധം തുടരുന്നു. കൂടുതൽ സംഘടനകൾ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യമുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ തന്നെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നിരുന്നു. ഇന്നത്തെ ഹർത്താൽ രാവിലെ പലയിടങ്ങളിലും വാഹന തടസ്സമുണ്ടായി, വ്യാപാര സ്ഥാപനങ്ങൾ അടക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ 10 മണിയോടുകൂടി പിന്നീട് അത് സാധാരണ നിലയിലേക്കാവുകയായിരുന്നു. പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാവേണ്ട. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് വിവിധ സംഘടനകളുടെ തീരുമാനം. KB ബൈജു, News 18, കണ്ണൂർ.
എറണാകുളത്ത് നോർത്ത് പറവൂരിലും വാഹനം തടഞ്ഞു. എന്നാൽ നഗരപരിധിയിൽ ഹർത്താൽ ബാധിച്ചില്ല. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താൽ, സംസ്ഥാനത്തുടനീളം നടത്തുന്ന ഹർത്താൽ കൊച്ചിയെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ നഗരത്തിൽ അധികം ബാധിച്ചില്ലെങ്കിൽ പോലും നോർത്ത് പറവൂരിൽ ഹർത്താൽ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഹർത്താൽ അനുകൂലികൾ റോഡിലിറങ്ങി വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കടകൾ അടപ്പിക്കുകയും സ്വകാര്യ വാഹനങ്ങൾ തടയുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ, അതായത് പ്രൈവറ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് വടക്കൻ പറവൂരിലെ സിറ്റുവേഷൻ. അതാണ്. അതേസമയം തന്നെ കൊച്ചിയെ സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കൊച്ചിയെ നഗരത്തിലായാലും മറ്റു പ്രദേശങ്ങളിലൊക്കെയും കടകൾ തുറന്ന് പ്രവർത്തിക്കുകയും എനിക്ക് പിന്നിലായി വാഹനങ്ങൾ കടന്നു പോവുകയും സ്വകാര്യ വാഹനങ്ങൾ തടയുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഹർത്താൽ ബാധിച്ചിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് പറവൂരിലാണ്. പറവൂരിൽ ഈ സമരാനുകൂലികളും പോലീസും തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തുന്ന തരത്തിൽ വാക്കേറ്റമുണ്ടാകുന്ന ഒരു അവസ്ഥ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സമരാനുകൂലികൾ ആ ഭാഗത്ത് ശക്തമായി തന്നെ സമരത്തെ, അതായത് ഹർത്താലുമായി ബന്ധപ്പെട്ട് കടകൾ അടപ്പിക്കുകയും സ്വകാര്യ വാഹനങ്ങൾ തടയുകയും അതുപോലെ പ്രൈവറ്റ് ബസ്സുകൾ നിരത്തിലിറങ്ങാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഏതാണ്ട് ഹർത്താൽ ബാധിച്ച ഒരു ഭാഗമെന്ന് പറയുന്നത് കൊച്ചിയെ സംബന്ധിച്ചിട്ടും നോർത്ത് പറവൂർ മാത്രമാണ്. മറ്റു കൊച്ചിയെ സംബന്ധിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ തുറന്നു പ്രവർത്തിച്ച കടകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. MC റോഡിൽ വാഹനങ്ങൾ തടഞ്ഞു. ജില്ലയിൽ ഹർത്താൽ ഭാഗികമായി തുടരുകയാണ്. കൊട്ടാരക്കരയിൽ KSRTC സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ അവശ്യ സർവീസുകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. രാവിലെ മറ്റ് കടകൾ തുറന്നിരുന്നു. സമരപ്രവർത്തകർ എത്തുകയും കടയടപ്പിക്കുകയും ചെയ്തു. കൊല്ലം KSRTC ഡിപ്പോയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കൊല്ലം കുണ്ട്രയിൽ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പ്ലക്കാർഡുകൾ ഉയർത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സമരപ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കരുനാഗപ്പള്ളിയിലും കുന്നത്തൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലുമായിട്ട് സമരപ്രവർത്തകർ പ്രതിഷേധവുമായി പ്രകടനങ്ങൾ നടത്തിയിരുന്നു. വാഹനങ്ങൾ തടഞ്ഞിരുന്നു. പോലീസ് ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ചിതറ, കടക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ KSRTC വാഹനവും സ്വകാര്യ വാഹനവും എല്ലാം തന്നെ സർവീസ് നടത്തുന്നുണ്ട്. കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുമുണ്ട്. ഹർത്താലുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടെങ്കിൽ പോലും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എസ് വിനീഷ്, News 18 കൊല്ലം. പത്തനംതിട്ടയിൽ KSRTC ദീർഘദൂര സർവീസുകളും സ്വകാര്യ സർവീസുകളും ഹർത്താൽ കാരണം തടസ്സപ്പെട്ടു. പല സ്ഥലങ്ങളിലും യാത്രക്കാരെ തടഞ്ഞു. അടൂരിൽ KSRTC ബസ് സർവീസുകൾ തടഞ്ഞത് സമരക്കാരും പോലീസുമായി നേരിയ സംഘർഷത്തിന് കാരണമായി. ഇടുക്കി തൊടുപുഴയിൽ ഹർത്താൽ അനുകൂലികൾക്ക് നേരെ യുവാവിന്റെ വേറിട്ട പ്രതിഷേധം. വാഹനത്തിലാണ് ഹർത്താൽ അനുകൂലികൾ രാവിലെ വാഹനങ്ങൾ തടയാൻ എത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട യുവാവ് പോലീസുകാരെ പ്രതിഷേധം അറിയിച്ച ശേഷം ഹർത്താൽ അനുകൂലികളുടെ വാഹനം പിടിച്ചുവെച്ചു. പിന്നീട് ഹർത്താൽ അനുകൂലികളെ റോഡിലൂടെ നടത്തി തിരിച്ചയക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ല. മറ്റു വാർത്തയിലേക്ക്. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജി പിടിയിൽ. മൃതദേഹം കണ്ടെത്തിയ വീടിന് സമീപത്ത് നടത്തിയ തെരച്ചിലാണ് ഇയാളെ കിട്ടിയത്. സജിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഡ്രോൺ ഉപയോഗിച്ചുള്ള, രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ മലമ്പെട്ട്, പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി സ്വയം കടയിലേക്ക് വരുന്നത്. അത് ഞങ്ങളെ പരിശോധിച്ച ഞങ്ങൾ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുള്ളി ഇറങ്ങി വന്നത്. ആ ഭാഗത്തും തന്നെ പുള്ളി അവിടെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്നിട്ട് എനിക്ക് അബദ്ധം തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ കീഴടങ്ങാണെന്ന് പറഞ്ഞു. ആ കടയിൽ ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയോട് പറഞ്ഞു ഞാൻ കീഴടങ്ങാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കുറ്റസമ്മതം നിലവിൽ അവിടെ നടത്തി. അങ്ങനെയാണ് പോലീസ് അടുത്തുണ്ടായിരുന്നു, തൊട്ടടുത്തുണ്ടായിരുന്നു. പോലീസ് ഓടി വന്നു. പോലീസ് നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു.
സംസ്ഥാനത്ത് ക്ഷമിക്കണം, പ്രിൻസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പ്രിൻസ്, ഇപ്പോൾ ഇയാൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെ പരിശോധിച്ചിരുന്നു പോലീസ്. ഇയാൾ തന്നെ പ്രതിയാണ് എന്നിപ്പോൾ പോലീസ് സമ്മതിച്ചു കഴിഞ്ഞോ? മറ്റ് നടപടിക്രമങ്ങൾ എന്താണ്? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? തീർച്ചയായും പ്രതി സജി എന്ന് തന്നെയുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. കൃത്യമായും ഇയാൾ ഇത് നാട്ടുകാരുടെ അടുത്ത് എത്തി തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന രീതിയിൽ പറയുകയും തുടർന്നാണ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടുന്നതിനുള്ള ഇതിലേക്ക് നീങ്ങുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം സഹോദരിയുടെ പരാതിയെ തുടർന്ന് പോലീസ് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് സജി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നത്. തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ ഇവിടെ നടത്തിയ പരിശോധനയിൽ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു. അതിനുശേഷമൊക്കെ കൃത്യമായ പരിശോധന ഈ മേഖലയിൽ നടന്നിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ച് ഈ പ്രദേശത്താകെ പരിശോധന നടത്തിയിരുന്നു. റോഡിനോട് അടുത്തുള്ള ഒരു പ്രദേശത്താണ് സജിയുടെയും റജിയുടെയും ഒക്കെ വീട്. എങ്കിൽ പോലും ഈ ഇതിനോട് ചേർന്നുള്ള പ്രദേശമൊക്കെ വലിയ കുന്ന് നിറഞ്ഞ പ്രദേശമാണ്, വലിയ ചെരുവുകൾ ഇറങ്ങിയ പ്രദേശമാണ്. ഈ മേഖലയിലേക്കാണ് സജി ഓടിപ്പോയത്. ഈ പാറമുകളിലൊക്കെ ഇന്ന് രാവിലെ മുതൽ കൃത്യമായ ഒരു പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. ഒപ്പം ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഈ പരിശോധനകളെല്ലാം ഇത് രാവിലെ എല്ലാം പോലീസ് നടത്തിയത്. ഇതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഈ സജിയുടെ എന്ന് കരുതുന്ന ഒരു ബാഗും പോലീസിന് ഈ കൃഷിയിടത്തിലുള്ള സമീപത്തു നിന്നായി ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സജി ദൂരേക്ക് പോകാൻ സാധ്യതയില്ല എന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കാർഷിക മേഖലകളും കുന്നിൻ മുകളിലുള്ള പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് ഏകദേശം 1 മണിക്കൂർ മുൻപ് സജി ഈ സമീപത്തെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്നത്. അതിനുശേഷം തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നാട്ടുകാരോട് പറയുകയായിരുന്നു. ഇന്ന് നാട്ടുകാർ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും പോലീസ് പ്രതിയെ കൈമാറുകയായിരുന്നു. തുടർന്ന് പോലീസ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രതിയെ വൈദ്യുതി പരിശോധനയ്ക്ക് വിധേയമാക്കി. തുടർന്ന് ഇപ്പോൾ നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും ഇനി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം എന്താണ് ഈ പ്രതിക്ക് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിക്കാൻ കാരണം എന്നതാണ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളെല്ലാം പോലീസ് സ്വീകരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വളരെ വിധിജനകമായ ഒരു പുറലോകം അറിയുന്നത്. നാട്ടുകാരുടെ ഒരു സംശയത്തെ തുടർന്ന് നാട്ടുകാർ ഈ സഹോദരിയെ വിവരം അറിയിക്കായിരുന്നു. ഏതാനും ആഴ്ചകളായി ഈ സജിയുടെ സഹോദരനായ റജിയെ പുറത്ത് ഒന്നും കാണാനില്ലായിരുന്നു. റജി ഈ നെടുങ്കണ്ടത്തെ ഒരു മൈക്രോ ഓപ്പറേറ്റിംഗ് സെന്ററിൽ ജോലിക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ കുറച്ച് നാളുകളായി ഇയാൾ ഇവിടേക്ക് ജോലിക്ക് എത്തിയിരുന്നില്ല. അതനുസരിച്ച് നാട്ടുകാർക്ക് ഈ സംബന്ധിച്ച് നാട്ടുകാർ ഇവരോട് ചോദിച്ചെങ്കിൽ പോലും ഈ സജി കൃത്യമായി പറഞ്ഞത് രാവിലെ ജോലിക്ക് പോകും, അതിനുശേഷം വൈകുന്നേരം വരും, അതിനുശേഷം വൈകുന്നേരം മദ്യപിച്ചാണ് എത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സജി നാട്ടുകാരിൽ ചിലരോടെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് സംശയം തോന്നുകയും തുടർന്ന് ഇത്തരത്തിൽ സഹോദരിയെ അറിയിക്കും, സഹോദരി പരാതിപ്പെടുകയുമായിരുന്നു. ഇതോടൊപ്പം തന്നെ സജി ഈ തന്റെ വിവാഹമാണ് എന്ന് പറഞ്ഞ നാട്ടുകാരെ വിവാഹത്തിന് ക്ഷണിക്കുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒപ്പം 500ഓളം പേർക്ക് വിരുന്നൊരുക്കുന്നുണ്ടെന്ന രീതിയിൽ വിവാഹത്തിന് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസത്തിന് ശേഷം സജി തന്നെ ഈ വിവാഹം ക്ഷണിച്ച ആളുകളോട് ചെന്ന് പറഞ്ഞു തന്റെ വിവാഹം മാറ്റിവെച്ചു, ഒരു മരണം സംഭവിച്ചു, അതുകൊണ്ട് വിവാഹം മാറ്റിവെച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇതൊക്കെ നാട്ടുകാരിൽ സംശയത്തിന് ഇടയാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ നാട്ടുകാർ പരാതിയിലേക്ക്, അതല്ല ബന്ധുക്കൾ മുഖേന പരാതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ നാട്ടുകാർ സജിയെയും റജിയെയും കുറിച്ച് പറയുന്നത് ഇരുവരും തമ്മിൽ വലിയ തോതിലുള്ള ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നാട്ടിലിറങ്ങിയാൽ ഇവർ മദ്യപിക്കും എന്നൊക്കെ അത് ഒഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നവരായിരുന്നില്ല. പക്ഷേ വീട്ടിൽ നാട്ടുകാരുമായി വലിയ അടുപ്പമുണ്ടാകുന്നില്ല. വീട്ടിലേക്ക് മറ്റുള്ളവരെ ഒന്നും എത്താൻ ഇവർ സമ്മതിച്ചിരുന്നില്ല. വീട്ടിലെ മറ്റ് അയൽവാസികളൊന്നും വീട്ടിലേക്ക് എത്താൻ സമ്മതിച്ചിരുന്നില്ല. അപ്പം സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ 110.26 ദശലക്ഷം യൂണിറ്റാണ് പ്രതിദിന ഉപയോഗം. വ്യാപകമായി വൈദ്യുതി നിയന്ത്രണവും തുടരുകയാണ്. പ്രതിസന്ധിക്ക് പരിഹാരം ആലോചിക്കാൻ ഉന്നതതല യോഗം ഇന്ന് ചേരുന്നുണ്ട്. നിലവിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതടക്കം ബോർഡിന്റെ പരിഗണനയിലുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാന്, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ KSEBിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് ഉണ്ട്. അത് പ്രഖ്യാപിതമാക്കണം. കുറഞ്ഞ വൈദ്യുതി എവിടെ നിന്ന് കണ്ടെത്തുമെന്ന കാര്യം ആലോചിക്കണം. ഇതടക്കം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കണം. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലേക്ക് മാറുന്ന സാഹചര്യമാണ് നിലവിൽ. കഴിഞ്ഞ 18-ാം തീയതി രേഖപ്പെടുത്തിയ 117.15 ദശലക്ഷം യൂണിറ്റ് മറികടന്നാണ് ഇന്നലെ സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത്. 118.26 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ വൈദ്യുതി ഉപയോഗം. അതോടൊപ്പം തന്നെ
91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വാങ്ങുന്ന സാഹചര്യവും ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഈ വലിയ പ്രതിസന്ധി തുടരുന്നതിനിടയിലാണ് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയത്. പക്ഷേ അത് അത്രയും വൈദ്യുതി 250 മെഗാവാട്ട് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് ഈ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് പീക്ക് ലോഡ് സമയത്ത് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും അതിനെതിരെ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പോംവഴി ഉണ്ടാക്കാമെന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് KSEBയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ ഇത് ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കേണ്ട സമയം ക്രമത്തിൽ ഒരുപക്ഷെ ചില ഭേദഗതികളൊക്കെ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും ഈ 250 മെഗാവാട്ട് വൈദ്യുതി ഏത് വിധേനയും ലഭ്യമാക്കാനുള്ള സാധ്യതകൾ തേടുകയാണ് KSEB. അതല്ല എങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നതാണ് നിലവിലെ സാഹചര്യം. സംസ്ഥാനത്ത് സൂര്യാതപമേറ്റ് മരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വെൽഡിംഗ് തൊഴിലാളിയാണ് മരിച്ചത്. ഇടവ വെൺകുളം സ്വദേശി ഷൈൻ അവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നാണ് മരണം സംഭവിച്ചത്. പാലക്കാട് 12 വയസ്സുകാരന് സൂര്യാതപമേറ്റു. തെക്കേനാം പനംകുറ്റി സ്വദേശി ദീക്ഷിത് എസിനാണ് പൊള്ളലേറ്റത്. വെയിലത്ത് കളിക്കാൻ ഇറങ്ങിയതിനെ തുടർന്നായിരുന്നു സംഭവം. കഴുത്തിന് ചുറ്റുമാണ് പൊള്ളലേറ്റത്. ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് സൂര്യാതപമേറ്റതാണെന്ന് വീട്ടുകാർക്ക് മനസ്സിലായത്. വേനൽ കടുത്തതോടെ ചെറുനാരങ്ങയ്ക്ക് വിപണിയിൽ വില കുതിച്ചുയർന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാരങ്ങയ്ക്ക് വില കിലോയ്ക്ക് 290 വരെയായി. ഇതോടെ ബേക്കറി, ഹോട്ടൽ എന്നിവിടങ്ങളിലും നാരങ്ങ വെള്ളത്തിന് വില വർദ്ധിപ്പിച്ചു. പൊള്ളുന്ന ചൂടാ. ഈ ചൂടിൽ നിന്നും ഒരാശ്വാസത്തിന് വേണ്ടി നാരങ്ങ വെള്ളം കുടിക്കാന്ന് വെച്ചാലോ, പൊന്നും വില പോലെയാണ് ഈ നാരങ്ങയുടെ വിലയും കൂടുന്നത്. കിലോയ്ക്ക് 300 രൂപ വരെ കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് നമുക്ക് ഈ കച്ചവടക്കാർക്ക് പറയാനുള്ളതെന്നും കൂടി ഒന്ന് കേൾക്കാം. ചേട്ടാ, നാരങ്ങയ്ക്ക് നല്ല ഡിമാൻഡായി, ചൂടാണ്, നല്ല നാരങ്ങ വെള്ളം ഐസൊക്കെ ഇട്ട് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ വില അല്പം കടുത്തു പോയില്ലേ? കടുത്തുപോയി. അല്ല, അത് പ്രൊഡക്ഷൻ കുറഞ്ഞതിന്റെ 2 കാരണം അതാണ് മെയിനായിട്ട്. പിന്നെ മറ്റേ നോർത്ത് ഇന്ത്യയിലോട്ട് ഇപ്പൊ ഒരുപാട് ഇവിടുന്ന് തമിഴ്നാട്ടിൽ തന്നെ കയറി പോകുന്നു. അപ്പൊ നമ്മൾക്ക് സാധനം കിട്ടാൻ വഴിയില്ല. കൂടുതൽ കാശ് കൊടുത്ത് പൈസ കൊടുത്ത് ലേലത്തിൽ നിന്ന് എടുക്കേണ്ടി വരും. പക്ഷെ നമ്മളെ സാധാരണക്കാർക്ക് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില്. ഇവിടെ എങ്ങനെയാ ചേട്ടാ വിലയൊക്കെ? ഇവിടെ ഇപ്പൊ കിലോ 200 രൂപ, വലുത് 200, മറ്റേ 150. വലുതിന് 200 അല്ലേ? 300 ഒക്കെ കടന്നു. ഇന്നലെ 190 ആയിരുന്നു വില, 290. ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടം പൊതുവെ? എങ്ങനെയുണ്ട്? പൊതുവെ കുറവാണ്. കാരണം ഇപ്പം വില കൂടുമ്പോ ആൾക്കാർ മേടിക്കില്ലല്ലോ. പിന്നെ ഈ ചൂടും ഒരു പ്രശ്നമാണ്. പകൽ സമയത്ത് ആളുകൾക്ക് പുറത്തിറങ്ങാൻ വഴിയില്ല. ഇവിടെ കവറിലൊക്കെ. ചേട്ടാ, എങ്ങനെയുണ്ട് നാരങ്ങയുടെ വില? നാരങ്ങയുടെ വില വളരെ കൂടുതലാണ്. ചേട്ടനാണോ മേടിച്ചത്? കടയിലേക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പൊ നാരങ്ങയ്ക്ക്. നാരങ്ങയ്ക്ക് ഡിമാൻഡാണ്, വെള്ളത്തിന് ഡിമാൻഡാണ്. അതിനനുസരിച്ചിട്ട് വെള്ളത്തിന് അങ്ങനെ കൂട്ടിയിട്ടില്ല. അതേപോലെ തന്നെ അങ്ങോട്ട് പോകുന്നു. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം വെള്ളത്തിന്റെ കൂടുതൽ പണി. ചൂട് എങ്ങനെയുണ്ട്? ചൂടാണ്, നിക്കാൻ പറ്റണില്ല. കടയിലും നിക്കാൻ പറ്റില്ല, വന്ന ആൾക്കാർക്കും നിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. എന്തായാലും നാരങ്ങയ്ക്ക് വില കൂടി. ഇപ്പം ആളുകൾ വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ പൊതുവെ നമുക്കറിയാം, ഈ നല്ല ചൂട് കാലത്താണ് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ ആളുകൾ വരുമ്പോൾ ഈ വില കൂടി നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും വാങ്ങാതെ മടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇവിടെ അതേ പച്ചക്കറികളൊക്കെ ഉണ്ട്. പച്ചക്കറികൾക്കൊന്നും വില കൂടിയിട്ടില്ല, പൊതുവെ ഉള്ള വില തന്നെയാണ്, അതിന് അപ്പുറത്തേക്ക് കൂടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നാരങ്ങ, അതോടൊപ്പം തന്നെ ഈ ഫ്രൂട്ട്സിനും മറ്റു ചില ഫ്രൂട്ട്സിനും വില കൂടി എന്ന് പറയുന്നുണ്ട്. പക്ഷെ മാങ്ങയുടെ വില, ചേട്ടാ നമുക്ക് മാങ്ങയ്ക്ക് എങ്ങനെയാ വില വരുന്നത്? മാങ്ങ 100 രൂപ വില കുറഞ്ഞു. സീസൺ ആയതുകൊണ്ട് കച്ചവടം ഉണ്ടോ? കമ്മിയാണ്, വളരെ കമ്മിയാണ്. ഈ ചൂട് തന്നെയാണല്ലേ? ജനങ്ങൾ വരണ്ടേ ചൂടായിട്ട്? വരുമ്പോ ആൾക്കാർ ഇവിടെ ചൂടായിട്ട് അടക്കണ പോലും ഇല്ല. പിന്നെ വൈകുന്നേരം നമ്മളെ കച്ചവടം നടക്കുന്നത്. രാവിലെ ഒന്നൊരു കച്ചവടം വളരെ ഇത് കാണുമ്പോൾ മാർക്കറ്റ് എടുക്കണുണ്ടോ, ശൂന്യമാണ്. അത് ഭയങ്കര ഈ സമയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നിറഞ്ഞു നിൽക്കേണ്ട സമയം. എന്നാലും ഒരു മീഡിയം ജനങ്ങൾ ഉണ്ടാകുന്ന പൊട്ടൂല ആൾക്കാർ.
ഭയങ്കര വിഷയത്തിലാണ്. ചൂട് ഭയങ്കര ശക്തമായ ചൂടാണ്. എങ്ങനെയുണ്ട് ചൂട്? ചൂട് നിൽക്കാൻ പറ്റുള്ള മേഡം. എങ്ങനെയാണ് നിങ്ങൾ ഈ ഷീറ്റിന്റെ താഴെയൊക്കെ നിൽക്കുമ്പോഴേ? ഷീറ്റിന് താഴെ ശരിക്കും ഒരു ദിവസം ഇപ്പൊ 2-3 ലിറ്റർ വെള്ളമൊക്കെ ശരിക്കും പറഞ്ഞ് കുടിക്കണത്. വെള്ളം കുടിക്കാതെ രക്ഷയില്ല. നാരങ്ങയ്ക്കും വില കൂടി. നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. നാരങ്ങ മേടിച്ചാലേ നാരങ്ങ ഭയങ്കര വിലയായില്ലേ. നാരങ്ങ 160-200 വരെയൊക്കെ ആയിട്ടുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട് ചൂട്? ചൂട് എങ്ങനെയുണ്ട്? चूड़ जास्ती चूड़ हिंदी में बहुत गर्मी है इधर, जास्ती गर्मी है बहुत. क्या करें, प्रॉब्लम है, फिर भी अभी एडजस्ट कर रहे हैं. रेन का इंतजार कर रहे हैं. रेन आएगा तो थोड़ा सही हो जाएगा फिर. എന്തായാലും രാവിലെ ചെറിയ രീതിയിൽ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ രീതിയിലാണ് മഴ. അതൊരു ആശ്വാസമായെങ്കിൽ പോലും മഴ കഴിഞ്ഞതോടുകൂടി ചൂട് ഇരട്ടിയാണ്. ഹ്യൂമിഡിറ്റി കൂടി എന്ന് തന്നെയാണ് പറയുന്നത്. ചേട്ടാ കച്ചവടമൊക്കെ എങ്ങനെയാണ്? കച്ചവടം ആള് വന്നപ്പോൾ കച്ചവടം നടക്കും. ആള് വന്നില്ലെങ്കിൽ കച്ചവടം നടക്കൂല. ചൂടിന് ആൾക്ക് നിൽക്കേ. ഒരു കാലത്ത് 10 മണിയുടെ ആളുണ്ടെങ്കിൽ ഒട്ടും ആളില്ല അല്ലേ. അങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ടേക്ക് ആള് വന്നാൽ അങ്ങനെ ഓക്കെയാണ്. സാധനങ്ങളുടെ വില കൂടിയാ? എല്ലാം വില കുറവല്ലേ. നാരങ്ങയുടെ വില മാത്രമാണ് കൂടിയത്. നാരങ്ങ 260 രൂപ. എന്ത് നാരങ്ങ കൊണ്ട് ഇതാണ് പച്ച ഇത് കുടിച്ചാൽ പോരെ, ഫ്രൂട്ട്സ് കുടിച്ചാൽ പോരെ. മാങ്ങയ്ക്ക് വില കുറവാണ്. മാങ്ങ 2 കിലോ 50 രൂപ. മാങ്ങ ജ്യൂസ് അടിച്ച് ഇഷ്ടം പോലെ കുടിക്കാം. എന്തായാലും ചൂട് എങ്ങനെയുണ്ട്? കൊള്ളാം, ചൂട് കൊള്ളാം, നല്ല ചൂടാ. ഇതിപ്പാട് ചൂട് കൂടി ഉണ്ടാവും. എന്തായാലും നല്ല ചൂടെന്നാണ് പറയുന്നത്. അതിശക്തമായ ചൂടാണ്. ഇവിടെ കച്ചവടം നടത്തുന്നവർക്ക് പോലും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണുള്ളത്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിലാണിത്. പാലക്കാട് ഇന്നും 40 ഡിഗ്രി കടക്കും. പാലക്കാട്ട് ഇന്നലെ 39.9 ഡിഗ്രി താപനില രേഖപ്പെടുത്തിയിരുന്നു. വേനൽ മഴ അങ്ങിങ്ങായി പെയ്യുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് ഉയർന്ന അന്തരീക്ഷ താപനില വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി അങ്ങനെ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. 37 ഡിഗ്രി സെൽഷ്യസ് മുതൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് പല ജില്ലകളിലും ഉയരാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയ പാലക്കാടും അതോടൊപ്പം കൊല്ലത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകൽ 10 മണിക്കും ഉച്ചതിരിഞ്ഞ് 3 മണിക്കുമിടയിൽ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും സൂര്യതാപം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് ഈ സമയങ്ങളിൽ വെയിലേൽക്കാതെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളടക്കം ഉള്ളവരോട് കൃത്യമായി മുന്നറിയിപ്പുകൾ പാലിക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ സ്വയം ചികിത്സിക്കാതെ വൈദ്യസഹായം ഉറപ്പുവരുത്തണമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലാണ് ഈ അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്നത്. അതോടൊപ്പം ഈ സൂര്യാഘാത സാധ്യതയും UV ഇൻഡെക്സ് ഉയരുന്ന സാധ്യതയുമൊക്കെ വലിയ തരത്തിൽ ഉയർന്ന മേഖലകളിൽ പ്രതിസന്ധിയായി മാറുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ വേനൽ മഴ സംസ്ഥാനത്ത് ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സമാനതകളില്ലാതെ ഉയരുന്ന ഈ അന്തരീക്ഷ താപനിലയിൽ ഗണ്യമായ കുറവ് വരുമെന്ന പ്രതീക്ഷയിലാണ് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് കിണറ്റിൽ വെള്ളം കോരുന്ന കപ്പിയിൽ നിന്നും ശംഖുവരയൻ പാമ്പിനെ പിടികൂടി. കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങാം തുറായി തൂങ്ങലിലെ വീട്ടിലായിരുന്നു സംഭവം. ഗൃഹനാഥ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിനിടെ കയ്യിൽ എന്തോ സ്പർശിച്ചതുപോലെ തോന്നി നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. ഇവർ തലനാഴിക്കാണ് കടിയേൽക്കാൻ രക്ഷപ്പെട്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പിന് കീഴിലുള്ള സ്നേക്ക് റെസ്ക്യൂ അംഗമായ ബാബു എള്ളങ്ങലെത്തി പാമ്പിനെ പിടിച്ചു. തലയുടെ മുകളിലാണ്. തലയുടെ മുകളിലാണ്. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിൽ പാമ്പ് കടിയേറ്റു മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ മന്ത്രി വി ശിവൻകുട്ടി എത്തി. കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വി ജോയ് MLAയും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു.
SSLC പരീക്ഷാ ഫലം മെയ് 15 പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മെയ് 22 ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം വരിക. വിദ്യാർത്ഥികൾക്കുള്ള പഠന പിന്തുണാ ക്ലാസുകൾ പൂർത്തിയായെന്നും എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും ഉറപ്പാക്കിയായിരിക്കും ക്ലാസെന്നും മന്ത്രി പറഞ്ഞു. ക്ലാസുകൾ നടത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ മാനദണ്ഡങ്ങൾ പ്രകാരം മാർക്ക് നൽകേണ്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി. മെയ് 15 SSLC പരീക്ഷാഫലം. SSLC പരീക്ഷാഫലം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും. മെയ് അവസാനത്തോടുകൂടി അതിൻ്റെ ഫലവും പ്രസിദ്ധീകരിക്കും. ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ SSLC സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ആരംഭിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 22. രണ്ടാം വർഷ ഇംപ്രൂവ്മെൻ്റ് ഫലം മെയ് 8 ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ 10 പ്രഖ്യാപിക്കും. ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരെ കേസ്. ബിസിനസ് പങ്കാളിയായ യുവതിയുടെ പരാതിയിലാണ് കേസ്. 49 ലക്ഷം രൂപയോളം തട്ടിയെടുത്തതും പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതുമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഇതിനിടെ ഷിയാസുമായുള്ള ഓഡിയോ ഇവർ പുറത്തുവിട്ടു. ഷിയാസ് പലതവണയായി ഇവരിൽ നിന്നും പണം ആവശ്യപ്പെടുന്നതാണ് ഓഡിയോയിലുള്ളത്. യുവതിയുടെ പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഷിയാസ് കരീമിന്റേതെന്ന് പറയപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശമാണ്. യുവതിയുമായി നടത്തിയ സംഭാഷണങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഷിയാസ് കരീം പല ഘട്ടങ്ങളിലായി യുവതിയോട് പണം ആവശ്യപ്പെടുന്നത് കൃത്യമായി തന്നെ കേൾക്കാൻ കഴിയും. ഒരു ജിമ്മ് തുടങ്ങുന്നതിന് വേണ്ടി കുറച്ച് പണം വേണം എന്നാണ് ആദ്യം ഷിയാസ് കരീം പറയുന്നത്. അത് എത്ര ലക്ഷം രൂപ വേണമെന്ന് ഓരോ ഘട്ടങ്ങളിലായി അത് തന്റെ അക്കൗണ്ടുകളിലേക്ക് മുഴുവനുമായും ഇടേണ്ടതില്ല. കാരണം അത് പിന്നീട് ഇത്രയും വലിയ തുക അക്കൗണ്ടിലേക്ക് വന്നാൽ പിന്നീട് അത് പല ചോദ്യങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് നേരിട്ട് കോഴിക്കോട് വെച്ച് കാണുമ്പോൾ തന്റെ കയ്യിൽ പണം തന്നാൽ മതി എന്നുകൂടി ഷിയാസ് പറയുന്നത് ഈ ഓഡിയോയിൽ വ്യക്തമായി കേൾക്കാൻ കഴിയും. അതോടൊപ്പം മറ്റൊരു കാര്യം, യുവതിയെ ആജീവനാന്തം സംരക്ഷിച്ചു കൊള്ളാമെന്ന ഉറപ്പ് ഷിയാസ് നൽകിയെന്നായിരുന്നു ഇന്നലെ നൽകിയ പരാതിയിൽ പറയുന്നത്. അതിനെ കൃത്യമായി ഷിയാസ് പറയുന്നതും ഈ ഓഡിയോ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകും. പിന്നെ വർക്ക് എടുക്കുന്നുണ്ട്, പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോൾ നോമ്പിന്. മറ്റേത് കിട്ടുകയാണെങ്കിൽ അയക്കട്ടെ എനിക്ക്. ഈ 1 പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യിൽ പണിക്കാശ് പടപെടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. ഇന്നലെ രാവിലെയാണ് പാലാരിവട്ടം പോലീസിന് യുവതി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതോടൊപ്പം തന്നെ വഞ്ചന, പണം അപഹരിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സംഭവം നടന്നത് കോഴിക്കോട് വെച്ചാണ്. ഇവരുടെ ബാങ്ക് ഇടപാടുകളെല്ലാം കോഴിക്കോട് വെച്ച് നടന്നതുകൊണ്ട് ഈ കേസ് പാലാരിവട്ടം പോലീസ് കോഴിക്കോട് ചേവായൂർ പോലീസിന് കൈമാറാനാണ് സാധ്യത. എന്തായാലും നിലവിൽ മുൻകൂർ ജാമ്യം തേടി ഷിയാസ് കോടതിയെ സമീപിച്ചിട്ടില്ല. എന്തായാലും ഹൈക്കോടതി അടക്കം സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. യുവതി പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഷിയാസ് തന്നെ വഞ്ചിച്ചു, തന്റെ പക്കൽ നിന്നും 49 ലക്ഷം രൂപയാണ് പല തവണയായി ഷിയാസ് തട്ടിയെടുത്തത്. ഇത് തിരികെ ചോദിച്ചപ്പോഴാണ് തന്നെ ഭീഷണിപ്പെടുത്തുകയും നഗ്ന ചിത്രങ്ങൾ പോൺ സൈറ്റുകളിൽ പ്രദർശിപ്പിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഒഴിവാക്കുകയായിരുന്നു ഷിയാസ് കരീം എന്നുകൂടിയാണ് യുവതി പരാതിയിൽ കൂട്ടിച്ചേർക്കുന്നത്. എറണാകുളം DCCക്ക് മുന്നിൽ VD സതീശനെതിരെ പോസ്റ്റർ. മുതിർന്ന നേതാക്കളെ PR ഉപയോഗിച്ച് താറടിക്കുന്നുവെന്നാണ് പോസ്റ്ററിലെ വിമർശനം. മുഖ്യമന്ത്രിയാകാനുള്ള മോഹം നടക്കില്ലെന്നും ഇതിലുണ്ട്. കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് പോസ്റ്റർ. മണിക്കൂറുകൾക്കുള്ളിൽ പ്രവർത്തകർ എത്തി ഇത് നീക്കം ചെയ്തു. എറണാകുളം DCC ഓഫീസിന് മുൻപിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായിട്ടുള്ള 2 പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് രണ്ടും ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളുടെ ബാക്കി പത്രമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതിലൊന്ന് PR വർക്കിന്റെ ബലത്തിൽ രമേശ് ജിയെ പോലുള്ള സീനിയർ നേതാക്കളെ താറടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാനുള്ള സതീശന്റെ വ്യാമോഹം വിലപ്പോകില്ല എന്നും, മറ്റൊന്ന് VD സതീശന്റെ PR പണി അവസാനിപ്പിക്കുക, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിച്ചുകൊള്ളും എന്നീ 2 പോസ്റ്ററുകളാണ് വന്നിരിക്കുന്നത്. ഇത് ഇന്റർനാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന പേരിൽ കൂടിയാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും DCC ഓഫീസിന് തൊട്ട് മുൻവശത്തായിട്ടായിരുന്നു ഈ 2 പോസ്റ്ററുകൾ ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾക്കൊടുവിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തി ആ പോസ്റ്ററുകൾ രണ്ടും ഇവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും എറണാകുളം DCC പ്രസിഡന്റ്
മുഹമ്മദ് ഷിയാസുമായി ബന്ധപ്പെടുമ്പോൾ ഇത് ആരാണ് ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചതെന്ന് പരിശോധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ DCC ഓഫീസിന് മുന്നിലുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച ശേഷം ഇത് ആരാണ് ഇവിടെ ഇത്തരം പോസ്റ്ററുകൾ പതിപ്പിച്ചതെന്ന് അറിയും അല്ലെങ്കിൽ കണ്ടെത്തുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പരസ്യ പ്രസ്താവനകളെല്ലാം തന്നെ ഹൈക്കമാൻഡ് വിലക്കിയിരുന്നു. നേതാക്കളോട് ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളൊന്നും നടത്തരുതെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശമൊക്കെ അങ്ങനെ നിലനിൽക്കെ പിന്നീട് ഒരു പരസ്യ പ്രസ്താവന പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ പോലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് തുടരുക തന്നെയാണ്. എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമാണ് വോട്ടെണ്ണലിനുള്ളത്. ആരാണ് ഇനി കേരളം ഭരിക്കുന്നത്, ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊക്കെ അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴും ആരാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ നേതാക്കന്മാരുടെ അണികൾ ചേർന്ന് ഇത്തരത്തിൽ പരസ്പരം പഴിചാരുന്ന അല്ലെങ്കിൽ ചെളിവാരി എറിയുന്ന ഒരു നീക്കമാണ് പലയിടങ്ങളിലായി കണ്ടുവരുന്നത്. അതിന് ഒടുവിലായിട്ടാണ് ഇപ്പോൾ DCC ഓഫീസിന് മുന്നിൽ, എറണാകുളം DCC ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായിട്ടുള്ള പോസ്റ്ററുകളും. ഇറാൻ സമർപ്പിച്ച സമാധാന പദ്ധതിയിൽ ട്രംപിന് അതൃപ്തിയെന്ന സൂചന. ചില വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് US മാധ്യമങ്ങളാണ് വിവരം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ട്രംപ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ദേശീയ ഉപദേഷ്ടാക്കളുമായി വിഷയം ചർച്ച ചെയ്ത ശേഷം പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കുമെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയത്. Well, only because it's been reported, I will confirm the president has met with his national security team this morning. The meeting may be ongoing, maybe not. I don't want to speak affirmatively because I was prepping to come out here. But the proposal was being discussed. I don't want to get ahead of the president or his national security team. What I will reiterate is that the president's red lines with respect to Iran have been made very, very clear, not just to the American public, but also to them as well. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള US നിർദ്ദേശം പരിഗണനയിലാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഇതിനിടെ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം നടത്തിയ ആക്രമണങ്ങളിലെ മരണസംഖ്യ 40 പിന്നിട്ടു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ചർച്ചകൾക്ക് ഇപ്പോഴും കൃത്യമായ ഒരു തീയതി ആയിട്ടില്ല. നടക്കുമോ എന്ന കാര്യം അറിയില്ല. ട്രംപ് ഇറാന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിയെന്നറിയുന്നു. എന്താണ് സംഭവിക്കുന്നത് പശ്ചിമേഷ്യയിൽ? രഞ്ജിത്ത്, നിലവിൽ ട്രംപ് ഈ നിർദ്ദേശങ്ങളിലുള്ള പ്രതികരണം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ട്രംപിന് ഇറാന്റെ നിർദ്ദേശങ്ങളിൽ അതൃപ്തിയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു 3 നിർദ്ദേശങ്ങളാണ് ഇറാൻ പ്രധാനമായിട്ടും അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാൻ വഴിയായിരുന്നു ഈ നീക്കമുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, ഇനി ഇറാന് നേരെ യാതൊരുവിധ ആക്രമണങ്ങളും നടത്താൻ പാടില്ല. ഇത്തരമൊരു ഉറപ്പ് ലഭിച്ചാൽ മാത്രം ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ ഉപരോധം അത് അവസാനിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കും. പിന്നെ ഇറാന്റെ ആണവ വിഷയങ്ങളിൽ സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള 3 നിർദ്ദേശങ്ങളായിരുന്നു അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചത്. ഇതിൽ ആണവ വിഷയം ഉൾപ്പെടെ പല കാര്യങ്ങളിലും അമേരിക്കയ്ക്ക് അതൃപ്തി ഉണ്ടാകാൻ സാധ്യതയായിട്ടുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു. എന്തായാലും ട്രംപിന് ഈ വിഷയങ്ങളിൽ അതൃപ്തിയുള്ളതായിട്ടാണ് ചില വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപോ അതുപോലെ മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരോ ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റിന്റെ പ്രസ്താവന മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അവർ പറയുന്നത് ട്രംപ് നിലവിൽ ഇറാന്റെ നിർദ്ദേശങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ട്രംപ് നേരിട്ടൊരു പ്രതികരണം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുവരെ അത്തരമൊരു പ്രതികരണം പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇറാൻ കഴിഞ്ഞ ദിവസം റഷ്യയുമായി ചർച്ച നടത്തിയിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയാണ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ പുടിൻ ഇറാന് എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഇറാന് പൂർണ്ണമായിട്ടും ഈ ദുർഘടഘട്ടത്തിൽ ഇറാനിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം തങ്ങൾ നിൽക്കുന്നുണ്ട് എന്നാണ് പുടിൻ വ്യക്തമാക്കിയത്. അതുപോലെ ഇറാന് എല്ലാവിധ സഹായങ്ങളും നൽകും, ഈ നയതന്ത്രപരമായിട്ട് ചർച്ചകൾക്കൊപ്പം നിൽക്കും എന്നും പുടിൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇപ്പോഴും ലെബനനിൽ ആക്രമണം കടുക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ഏപ്രിൽ 17 ശേഷം ഇതുവരെ ഏതാണ്ട് 40 പേർ അവിടെ മരിച്ചു എന്നാണ് വിവരങ്ങളുള്ളത്. ഇപ്പോഴും പല മേഖലകളിലും പോരാട്ടം കനക്കുകയാണ്. ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിൽ ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തിയതായിട്ടും വിവരമുണ്ട്. ബംഗളൂരുവിന് സമീപം രാംനഗരയിൽ വാഹനാപകടത്തിൽ 2 മലയാളി യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി സുബിൽ, വയനാട് സ്വദേശി അജിത്ത് എന്നിവരാണ് മരിച്ചത്. പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം. ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു ഇരുവരും.
തിരുവനന്തപുരം നഗരത്തിൽ 2 ദിവസം കുടിവെള്ളം മുടങ്ങും. വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. അരുവിക്കരയിൽ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 8 മണി വരെ ജലവിതരണം ഉണ്ടാകില്ലെന്നാണ് മുന്നറിയിപ്പ്. പട്ടം മെഡിക്കൽ കോളേജ്, ഭീമാപ്പള്ളി, തമ്പാനൂർ, കരിക്കകം, വഴുതക്കാട്, തൈക്കാട്, പേരൂർക്കട, ഊളംപാറ, കവടിയാർ, അമ്പലമുക്ക് എന്നീ മേഖലകളിൽ ജലവിതരണം തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. ഉപഭോക്താക്കൾക്ക് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിനും പവർ കട്ടിനുമെതിരെ രൂക്ഷ പ്രതികരണവുമായി തീരദേശവാസികൾ. മുട്ടത്തറയിലെ ഫ്ളാറ്റുകളിൽ കഴിയുന്നവർക്ക് ആഴ്ചകളായി കുടിവെള്ളം എത്തുന്നില്ലെന്നാണ് പരാതി. ചൂടിന് പുറമെ കൂരിന്മേൽ കുരുവായി പവർ കട്ട് കൂടിയെത്തിയതിന്റെ രോഷത്തിലാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിലടക്കം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ആഴ്ചകളായി തന്നെ കുടിവെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നോടൊപ്പം മുട്ടത്തറ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഫ്ളാറ്റ് നിവാസികൾ ചേരുന്നു. എത്ര ദിവസമായി ഈ പ്രശ്നം? ഇതിപ്പം 2 മാസത്തോളം ആകുന്ന വെള്ളം ഇല്ലാതെ. ഈ താഴെ ഇത്തിരി വെള്ളം വരുന്നതാണ് എടുക്കുന്നത്. അത് താഴെയും വെള്ളവും ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും രൂക്ഷമായിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ? ഇല്ല, 2 മാസമായി വെള്ളം ഇല്ലാതെ. താഴെ നിന്ന് വരുന്ന വെള്ളമാണ് കുറേശ്ശെ എടുക്കുന്നത്. അത് വല്ലപ്പോഴുമേ ആ വെള്ളം വരുവുള്ളൂ, സമയത്തിനില്ല. ടാങ്കറിൽ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് താണ്ട് ഇപ്പോഴും കൊണ്ടുപോയി ടാങ്ക് വെച്ചിരിക്കുന്നു, വെള്ളം വന്നിട്ടില്ല. ഇന്നലെ കൊണ്ടുവച്ചതാണ്, വെള്ളം വന്നില്ല. അത് നമ്മൾ കുടിക്കൂല വെള്ളം ഒന്ന്. അല്ല ഇവിടെ കൊണ്ടുവരുന്ന ചെളിവെള്ളം നമ്മൾ കുടിക്കുവോ? നമുക്ക് രോഗം ഉണ്ടാക്കും. വെള്ളം കൊണ്ടുവച്ചിരിക്കുകയാണ് ഇവിടെ. ആ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുമോ? അതെടുത്താല് കുളിക്കാൻ പറ്റുമോ? ആൾക്കാർക്ക് ചൊറിച്ചാലും ഒന്നാമത് ചൂട് ഇടുമ്പോ ആളുകൾ ചൂട് കുരുവില കിടന്ന് നീറയാണ്. ഈ ചൂട് സമയം പവർ കട്ട്, അവർക്കെന്ത് പവർ കട്ട് വേണമെന്നുണ്ടെങ്കിൽ 4 മണി 5 മണിയാകുമ്പോ ഈ സന്ധ്യ നേരം പവർ കട്ട് ആക്കണം. ഈ രാത്രിയൊക്കെ കിടക്കുമ്പോ 2 മണിക്കൂർ 3 മണിക്കൂർ പവർ കട്ടാകുമ്പോ ചൂടാൻ ആൾക്കാർക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് ഒരു പവർ കട്ട്. ഈ രാത്രി പുറത്തിറങ്ങിയിരിക്കാൻ പറ്റുമോ പെണ്ണുങ്ങൾക്ക്? ചുമ്മാ പവർ കട്ട്, ചുമ്മാ പവർ കട്ട്, പവർ കട്ട്. വെള്ളം എടുക്കുകയാണ്. അത് മുകളിൽ ചില സമയത്ത് വെള്ളം കിട്ടൂല. ഇതാ വെള്ളം ഇല്ലാതാണ്. നമ്മൾ എന്തൊരു ചെയ്യും? കുടിക്കുകയും ചെയ്യണം, കുളിക്കുകയും ചെയ്യണം. മക്കൾ ഈ സ്കൂളിൽ പോകണം, മക്കൾ എന്ത് ചെയ്യും? ചില സമയത്ത് വെള്ളം കിട്ടുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഓസിട്ട് ഞങ്ങൾ എവിടെ നിന്ന് വെള്ളം എടുക്കും? ഇന്നലെ കൊണ്ടുവച്ചതാണ് ടാങ്ക്. വെള്ളം വന്നിട്ടില്ല, വെള്ളം വന്നിട്ടില്ല. എന്നാ വെള്ളം നമ്മളെങ്ങനെയാണ് ഇവിടെ നിന്ന് പോയി ഒരേ കുടം കൊണ്ടുപോയി നമ്മൾ എടുക്കുമോ? മക്കൾക്ക് കുളിക്കാൻ വെള്ളം എടുക്കുമോ? 2 മാസം ആകുന്ന ടാങ്കിൽ വെള്ളം കയറാതെ ഈ 2 മാസം കൊണ്ട്. അപ്പൊ ഇതാണ് പ്രതിസന്ധി. ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് വെള്ളം ടാങ്കിൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ പ്രദേശങ്ങളെല്ലാം നേരിടുന്നത്. ഈ എല്ലാ ഫ്ളാറ്റുകളിലും നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. ഈ വാട്ടർ കണക്ഷൻ, ഈ പൈപ്പ് ഇപ്പോൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ വെള്ളം വരുന്നില്ല. വെള്ളം വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് എത്തിക്കാനും കഴിയില്ല. അഥവാ വന്നാലും വലിയ നേർത്ത അളവിൽ മാത്രമാണ് വെള്ളം വരുന്നത്. അതുകൊണ്ട് ആ വെള്ളം മുകളിലെ നിലയിലേക്ക് എത്താത്ത ഒരു സ്ഥിതിയാണ്. ഇതാണ് ഈ കണക്ഷനാണ്, അതായത് നഗരസഭയുടെ കണക്ഷനാണിത്, വാട്ടർ കണക്ഷനാണ്. പക്ഷേ കുടിവെള്ളത്തിനായി പൈപ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച ഇതാണ്. കാറ്റ് മാത്രമാണ് വരുന്നത്, പുറത്തേക്ക് ചെറിയൊരു ശബ്ദവും കേൾക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഞങ്ങൾ വെള്ളം മേളിലേക്ക് കയറ്റുന്നത്, എന്നാൽ പോലും വെള്ളം വരുന്നില്ല, പ്രഷറില്ല, ഒന്നുമില്ല. ആകെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് എല്ലാ വീട്ടുകാരും ഇങ്ങനെയാണ്. ഇത് മാത്രമല്ല ഫ്രണ്ടിൽ അങ്ങനെ തന്നെയാണ് മൊത്തം എല്ലാവരും. ഇത്ര ഒരു രൂക്ഷമായ അവസ്ഥ ഈ ആഴ്ചയാണോ ഇങ്ങനെ? ഇത് 1 മാസത്തിന് മേളിലായി. അപ്പൊ ഇതാണ് സാഹചര്യം. എന്തായാലും ഇതിന്റെ പേരിൽ നഗരസഭയുടെ കൌൺസിൽ യോഗത്തിലടക്കം വലിയ വാക്പോരുകൾ നടന്നിരുന്നു. ആ വാക്പോരുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ന്യായം ആരുടെ പക്ഷത്തായാലും, അതായത് നഗരസഭയുടെ വീഴ്ച അല്ല, അത് ജല അതോറിറ്റിയുടെ ആണ് എന്ന് പറഞ്ഞാണ് നഗരസഭയിൽ ഭരണപക്ഷം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അത് ആരുടെ ഭാഗത്താണ് ന്യായമെങ്കിലും ഈ സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായേ മതിയാകൂ. അതിനുള്ള ഇടപെടലുകൾ എത്രയും വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ വലിയതുറയിൽ നിന്ന് മുട്ടത്തറയിൽ നിന്നടക്കമുള്ള തീരദേശവാസികളുടെ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തിരുവനന്തപുരം നഗരസഭയിലെ പാങ്ങപ്പാറ വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. വാർഡിലെ ചില മേഖലകളിൽ 11 മാസമായി കുടിവെള്ള വിതരണം മുടങ്ങുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഈ വേനലിലും ടാങ്കർ വെള്ളത്തെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. നഗരസഭയുടെ കീഴിൽ കഴക്കൂട്ട മേഖലയിൽ ഉൾപ്പെടുന്ന വാർഡാണ് പാങ്ങാപ്പാറ. വേനൽ കടുത്തതോടെ ഈ മേഖലയിലെ നിരവധി റെസിഡൻസുകളിൽ കുടിവെള്ളം മുടങ്ങുന്നത് സ്ഥിരമാണ്. 2 മാസത്തിലേറെയായി തീരെ വെള്ളം കിട്ടാനില്ല. നമ്മുടെ റെസിഡൻസും തൊട്ടടുത്ത റെസിഡൻസും വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്.
ചില ദിവസങ്ങളൊക്കെ വരുമെന്ന് പറയുന്നെങ്കിൽ നൂല് പോലെ ചിലപ്പം വന്ന് ഏതെങ്കിലും അരമണിക്കൂറോ വല്ല വന്നിട്ട് അപ്പോഴത്തന്നെ പോവുകയും ചെയ്യും. പല പ്രാവശ്യം ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ ചെന്ന് ധർണ വരെ നടത്തിയിട്ടുണ്ട്. AIയെ കണ്ട്, AICയെ കണ്ട്, ഓഫീസറിനെ കണ്ട്, ഒരു രീതിയിലും നമുക്കിതൊരിക്കലും വെള്ളം ഒരു 3 മാസമായി ഇതൊരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാറില്ല. 11 മാസമായി കുടിവെള്ളം സ്ഥിരമായി മുടങ്ങുന്ന മേഖലകൾ ഈ വാർഡിലുണ്ട്. ചില വീടുകളിൽ കിണറുണ്ടെങ്കിലും വേനൽക്കാലത്ത് കിണർ വെള്ളത്തെ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയില്ല. ടാങ്കറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്കേ വരുള്ളൂ വെള്ളം. പിന്നെ നമുക്ക് വെള്ളം ഇല്ല. പൊതുവെ ആകെ എല്ലാവരും ബുദ്ധിമുട്ടാണ്. കൊച്ചു കുട്ടികൾ വരെ അപ്പുറത്തുനിന്ന് അവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കുട്ടികളും പ്രായം കൂടിയവരും താമസിക്കുന്ന വീടുകളിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളമില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. മുകളിലൊരു വാൽവ് കൊണ്ടുവന്ന് വെച്ച് ആ വാൽവ് തുറക്കാൻ വരുമ്പോൾ പറയും ഇതാ ഇപ്പം വെള്ളം വരണം. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ രാത്രിയായാലും വെള്ളം കിട്ടൂല. അത് ഞങ്ങൾക്ക് വെള്ളത്തിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. മുന്നേ തന്നെ 1.5 മാസം ഇടവിട്ടാണ് വെള്ളം കറക്റ്റ് വരണം. അതിന് വെള്ളം ഇല്ലെന്ന് പറയുമ്പോൾ നമുക്ക് കൗൺസിലറാണ് കൊണ്ട് തരണത്. ഇപ്പം 5 ദിവസമായിട്ട് വെള്ളമില്ല. ഇതിൻ്റെ ഇടയിൽ വിളിച്ച് പറയുമ്പോഴത്തേക്ക് കൗൺസിലർ കൊണ്ട് തരും, ടാങ്കറിലെത്തിക്കും. പഴയ കോൺക്രീറ്റ് പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ നിരത്തുന്ന ജോലികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരം ഇനിയും അകലെയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും കുടിവെള്ളക്ഷാമം വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് പാങ്ങാപ്പാറ വാർഡിലെ നിലവിലെ സാഹചര്യം. അതിൽ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തി ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ കിണറ്റിൽ അകപ്പെട്ട യുവാവിനെ ഫയർഫോഴ്സ് രക്ഷിച്ചു. പുത്തൻപീടിക സ്വദേശി ജോമോന്റെ വീട്ടിലെ കിണറ്റിലാണ് വാഴമുട്ടം സ്വദേശി ദിലീപ് അകപ്പെട്ടത്. വായു സഞ്ചാരം കുറവായതിനാൽ മുകളിലേക്ക് കയറാൻ കഴിയാതെ കിണറ്റിൽ അവശനായി അകപ്പെടുകയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘമാണ് രക്ഷപ്പെടുത്തിയത്. ദിലീപ് എവിടെ വീട്? സ്ഥലത്തിന്റെ പേരെന്തോ? വീട് കേട്ടില്ല. മച്ചിക്കാട് ഇവിടെ തന്നെ. ഓക്കെ. എത്ര വയസ്സുണ്ട്? 42. സ്ഥിരം ഈ പണി ചെയ്യുന്ന ആളല്ലേ? മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. തരീശ് സ്വദേശി ചിറ്റോണ്ടൻ ജംഷീറാണ് മരിച്ചത്. കേരള കുണ്ട് മേഖലയിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് സൂചന. തുടർന്ന് നാട്ടുകാർ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെയാണ് കരുവാരകുണ്ട് വനമേഖലയിൽ തരിശ് സ്വദേശിയായ ചിറ്റൻടോടൻ ജംഷീർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ഇയാൾ അവിടെ ആ സ്ഥലം നോക്കാനും മറ്റും പോയി എന്നാണ് കേൾക്കുന്നത്. ഇതിൽ അപ്പോൾ അദ്ദേഹം എന്തിന് ഈ വനമേഖലയ്ക്ക് പോയി എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി ഒരു വ്യക്തത വരാനുണ്ട്. ഇയാൾ ടാപ്പിംഗ് തൊഴിലാളിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു മേഖലയിൽ ടാപ്പിംഗ് ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ റബ്ബർ ടാപ്പിംഗ് ഒക്കെ നിർത്തിവെച്ച സമയം കൂടിയാണ്. ഒരുപക്ഷെ സ്ഥലക്കച്ചവടത്തിൻ്റെ ഇടപാടുകളും ഇയാൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്ഥലം നോക്കാൻ പോയതാണെന്ന തരത്തിലും ചില കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിന് അദ്ദേഹം അവിടേക്ക് പോയി എന്നത് വ്യക്തമായിട്ടില്ല. അവിടെ ഈ ഉൾക്കാട്ടിനോട് ചേർന്നാണ് ഈ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. നെഞ്ഞിൽ ചവിട്ടുകയായിരുന്നു. നെഞ്ഞിലേറ്റ പരിക്കാണ്, ഈ ചവിട്ടിൽ ഉണ്ടായ പരിക്കാണ് മരണത്തിന് നയിച്ചത്. തുടർന്ന് വിവരമറിഞ്ഞ് നാട്ടുകാരാണ് ഇദ്ദേഹത്തെ കരുവാരകുണ്ടിലേക്ക് എത്തിച്ചത്. പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല. എന്നാണെങ്കിൽ വലിയ ആശങ്ക ഈ ഒരു മേഖലയിൽ വന്യജീവി ശല്യം തുടർച്ചയായി ഉണ്ടാകുന്നത് വലിയ ആശങ്ക ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് തീർക്കുന്നത്. അതേക്കുറിച്ചാണ് പ്രദേശവാസികൾക്കും പങ്കുവെക്കാനുള്ളത്. ഇവർ മരം നോക്കാൻ വേണ്ടി പോയതാണ്. മരം നോക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് ആനക്കൂട്ടം വരെ ഓടിച്ച് അങ്ങനെ സംഭവിച്ചാണെന്ന് പ്രാദേശികമായിട്ട് കിട്ടിക്ക് വരാം. മറ്റുള്ള ഇവരെ കൂടെ ഉണ്ടായത് 2 പേർ ചോദിച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇതേക്കുറിച്ച് വനം വകുപ്പ് പറയുന്നത് സംഭവത്തിൽ കുറച്ചുകൂടി വ്യക്തത കൈവരണമെന്നാണ് വനം വകുപ്പ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാളെ പ്രദേശത്തെ ടാപ്പിംഗ് തൊഴിലാളിയല്ല. എന്തിനവിടേക്ക് പോയി എന്നുള്ളത് അന്വേഷണത്തിൽ അറിയേണ്ടതാണ്. ഒരുപക്ഷെ സ്ഥലം നോക്കാനോ മറ്റോ പോയതാകാമെന്ന സൂചനകളാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് ലഭിക്കുന്നത്. ഇതിലൊരു വ്യക്തത ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് DFOയും അറിയിക്കുന്നത്. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ കൂടെ 2 പേര് വേറെ ഉണ്ടായതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 2 പേരെ പറ്റിയുള്ള വേറെ റിപ്പോർട്ട്സ് എവിടെ വെച്ചാണ് കറക്റ്റായിട്ട് കൃത്യം നടന്നത് എന്നുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് ലഭിക്കാനുണ്ട്. ജംഷീറിന്റെ കുടുംബം കൊണ്ടോട്ടിയിൽ നിന്ന് മുമ്പ് കരുവാരകുണ്ടിലേക്ക് എത്തിയതാണ്. ഇയാളവിടെ പല ജോലികളും ലോഡിങ്ങും തുടങ്ങി പല ജോലികളും ചെയ്ത് ജീവിക്കുന്ന ആളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ ഈ ഒരു സമയത്ത് എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാണെങ്കിലും പ്രാഥമിക ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരിയിലേക്കാകും കൊണ്ടുപോവുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. CB അനുമോദ്, ന്യൂസ് 18.
എറണാകുളം കണ്ണാടിക്കാട് പാലത്തിൽ മിനി ലോറി അപകടത്തിൽപ്പെട്ടു. പുലർച്ചെ 3:30യോടെയാണ് സംഭവം. ചേർത്തല ഭാഗത്തേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആളപായമില്ല. വാഹനം പാലത്തിൽ തങ്ങി നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടകാരണം. തിരുവനന്തപുരം മലമുകളിൽ ഗ്രാനൈറ്റ് കമ്പനി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അളന്നു തിട്ടപ്പെടുത്തി തിരിച്ചെടുക്കാൻ സർവേ ഡയറക്ടറുടെ നിർദ്ദേശം. തന്റെ കുടുംബത്തിന്റെ പേരിലുള്ള ഏക്കർ കണക്കിന് ഭൂമി കമ്പനി കൈവശപ്പെടുത്തുന്ന ആരോപിച്ചുള്ള മലമുകൾ സ്വദേശിയുടെ പരാതിയിലായിരുന്നു അന്വേഷണം. മലമുകളിൽ ക്വാറി നടത്തുന്ന കമ്പനിക്കെതിരെയാണ് പരാതി. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും സർക്കാർ സ്ഥലവും കമ്പനി കൈവശപ്പെടുത്തി. തന്റെ കുടുംബത്തിന് പട്ടയം ലഭിച്ച 3.5 ഏക്കറോളം ഭൂമി കമ്പനി തട്ടിയെടുത്തെന്നായിരുന്നു മലമുകൾ സ്വദേശിയുടെ പരാതി. കമ്പനികളെ വളർത്താൻ പാവങ്ങൾ ഒരു തുണ്ട് ഭൂമി ഇല്ലാതെ ജീവിക്കുമ്പോൾ ഈ ഗ്രാനൈറ്റ് കമ്പനിക്ക് ഇത്രയും പാറ ഖനനം ചെയ്തുകൊണ്ട് പോകാൻ ഈ ഉദ്യോഗസ്ഥർ എന്തിനാണ് ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് അനുവദിച്ച ഈ 3.5 ഏക്കർ പട്ടയ ഭൂമിയും കൂടെ ഈ ഗ്രാനൈറ്റ് കമ്പനി കൈവശപ്പെടുത്തി. അത് ഈ വിജിലൻസ് അന്വേഷണത്തിൽ അത് തെളിഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം വരണം. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനും ഈ സർക്കാർ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന്. വർഷങ്ങളായുള്ള പരാതിയിൽ വസ്തുതയുണ്ടെന്ന് നേരത്തെയുള്ള അന്വേഷണത്തിലും ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ സർക്കാർ നടപടിയെടുത്തില്ല. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സർവേ ഡയറക്ടറുടെ അന്വേഷണം. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നും കമ്പനി കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പട്ടയഭൂമിയുടെ കൈമാറ്റത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്ന കുറ്റപ്പെടുത്തലും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടിന്മേലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.